നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ വ്യതിയാനവും കടുത്ത ഉഷ്ണതരംഗവും യൂറോപ്പിനെ ചുട്ടുപൊള്ളിക്കുന്നതിനിടെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ജൂൺ മാസത്തിന്റെ അവസാന വാരത്തിലുണ്ടായ കടുത്ത ചൂടിൽ യൂറോപ്പിലെ 9 പ്രധാന രാജ്യങ്ങളിലായി 12,000-ലധികം അധിക മരണങ്ങൾ രേഖപ്പെടുത്തിയതായി വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തു. ജൂൺ 22 മുതൽ 28 വരെയുള്ള ദിനങ്ങളിലാണ് യൂറോപ്പിലെ ഭൂരിഭാഗം രാജ്യങ്ങളിലും താപനില സർവകാല റെക്കോർഡുകൾ ഭേദിച്ചത്. ബ്രിട്ടൻ, സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ മുൻപെങ്ങും കാണാത്ത ചൂടാണ് അനുഭവപ്പെട്ടത്. ബെൽജിയം, ഫ്രാൻസ്, ജർമ്മനി, ലുക്സംബർഗ്, നെതർലാൻഡ്, സ്പെയിൻ, സ്വിറ്റ്സർലൻഡ് എന്നീ 7 രാജ്യങ്ങളിൽ നിന്നായി മാത്രം ഈ ദിവസങ്ങളിൽ 10,000-ഓളം അധിക മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ബ്രിട്ടനിലെ ഇംഗ്ലണ്ടിലും വെയിൽസിലും മെറ്റ് ഓഫീസ് കണക്കുകൾ പ്രകാരം 2,200 മരണങ്ങളും ചൂടുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തി. 24 രാജ്യങ്ങളിലെ 40 കോടി ജനങ്ങളെ ഉൾപ്പെടുത്തി യൂറോപ്യൻ മോണിറ്ററിംഗ് ഏജൻസിയായ യൂറോമോമോ നടത്തിയ പ്രാഥമിക പഠനത്തിൽ ആകെ മരണസംഖ്യ 14,260 ഉയർന്നേക്കാമെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം ഉഷ്ണതരംഗത്തിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ജർമ്മനിയാണ്. മുൻ വർഷങ്ങളിലെ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ജൂൺ 22 മുതൽ 28 വരെയുള്ള വാരത്തിൽ ജർമ്മനിയിൽ മാത്രം 5,780 അധിക മരണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ജർമ്മൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടായ റോബർട്ട് കോഹ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെളിപ്പെടുത്തലാണ് ഇത്. കഴിഞ്ഞ 6 വർഷത്തിനിടെ ജർമ്മനിയിൽ ചൂട് കാരണം ഉണ്ടാകുന്ന ഏറ്റവും ഉയർന്ന മരണനിരക്കാണിത്. യൂറോപ്പിന്റെ സാമ്പത്തിക പ്രതിരോധ മേഖലകളിൽ പുതിയ ഉണർവ് ലക്ഷ്യമിട്ട ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ജർമ്മൻ ചാൻസലർ ഫ്രീഡറിഷ് മെർസും തമ്മിലുള്ള ഉഭയകക്ഷി മന്ത്രിതല ചർച്ചകൾക്ക് പടിഞ്ഞാറൻ ജർമ്മനിയിൽ തുടക്കമായി. കൊളോണിന് സമീപമുള്ള ചരിത്രപ്രസിദ്ധമായ ബെൻസ്ബർഗ് കൊട്ടാരത്തിൽ വെച്ചാണ് ഇരു നേതാക്കളും ചർച്ചകൾ നടത്തിയത്. പ്രധാനമായും യൂറോപ്പിന്റെ തന്ത്രപരമായ പുനരുജ്ജീവനം, പ്രതിരോധ സഹകരണം എന്നിവയാണ് ഈ ഉച്ചകോടിയുടെ പ്രധാന അജണ്ടയായിരുന്നത്. വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന പ്രതിരോധ പദ്ധതികളിലെ അസ്വാരസ്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാണ് ഇരു നേതാക്കളുടെയും തീരുമാനം. യൂറോപ്യൻ പ്രതിരോധ സഹകരണത്തിന്റെ ഫ്ളാഗ്ഷിപ്പ് പദ്ധതിയായി കരുതിയിരുന്ന ഫ്യൂച്ചർ കോമ്പാക്ട് എയർ സിസ്റ്റം ഫൈറ്റർ ജെറ്റ് പദ്ധതിയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവ ചർച്ചയിലൂടെ പരിഹരിക്കപ്പെട്ടു. വ്യാഴാഴ്ച രാത്രി ബെൻസ്ബർഗ് കൊട്ടാരത്തിൽ വെച്ചാണ് മാക്രോണും മെർസും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത്. എന്നാൽ വെള്ളിയാഴ്ച രാവിലെ നോർവെനിഷ് എയർബേസിൽ വെച്ച് ഫ്രഞ്ച് ജർമ്മൻ പ്രതിരോധ സുരക്ഷാ കൗൺസിലും യോഗം ചേർന്നു. ക്യാബിനറ്റ് ചർച്ച കൊളോണിന് തെക്കുള്ള ബ്രൂൾ പട്ടണത്തിലെ ഔക്സ്ബർഗ് കൊട്ടാരത്തിലാണ് മന്ത്രിതല ചർച്ചകൾ നടത്തിയത്. യൂറോപ്യൻ അജണ്ടയിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യമായിരുന്നു മുന്നിട്ട് നിന്നത്. ജർമ്മനിയിൽ വാടക ഗർഭപാത്രം നിയമവിധേയമാക്കുന്നതിനെ കടുത്ത ഭാഷയിൽ എതിർത്തിരുന്ന പ്രമുഖ CDU നേതാവും മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായ യെൻസ് സ്പാനും ജീവിത പങ്കാളിയും അമേരിക്കയിൽ വാടക മാതാവ് വഴി അച്ഛന്മാരായ വാർത്തയ്ക്ക് പിന്നാലെ ജർമ്മനിയിൽ വൻ രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഗയോർഗ് എന്ന് പേരിട്ടിരിക്കുന്ന കുഞ്ഞിന്റെ വരവ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണെന്ന് സ്പാൻ വ്യക്തമാക്കി. എന്നാൽ ജർമ്മനിയിൽ നിയമപരമായി നിരോധിക്കപ്പെട്ട ഒരു കാര്യം സ്വന്തം ജീവിതത്തിൽ വിദേശത്ത് വെച്ച് നടപ്പിലാക്കിയതിൽ യെൻസ് സ്പാനിനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും രാജി ആവശ്യവും കടുത്ത വിമർശനവും ഉയരുകയാണ്. ജർമ്മനിയിൽ വാടക ഗർഭപാത്രം കുറ്റകരമാണ്, എങ്കിലും നിയമ നടപടി ഉണ്ടാവില്ല. ജർമ്മനിയിലെ നിയമപ്രകാരം വാടക ഗർഭപാത്രം വഴി കുഞ്ഞ് ജനിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ളതാണ്. ചൂഷണവും ആരോഗ്യപരമായ അപകട സാധ്യതകളും ചൂണ്ടിക്കാട്ടി സ്പാനിന്റെ പാർട്ടിയായ CDU കഴിഞ്ഞ ഫെബ്രുവരിയിലും ഇത് ജർമ്മനിയിൽ നിരോധിക്കപ്പെടണം എന്ന പ്രമേയവും പാസാക്കിയിരുന്നു. എന്നാൽ അമേരിക്കയിൽ ഇത് വിധേയമാണ് താനും. ജർമ്മൻ നിയമപ്രകാരം വിദേശത്ത് വെച്ച് വാടക മാതാവ് വഴി ജനിക്കുന്ന കുട്ടിയെ ജർമ്മനിയിലേക്ക് കൊണ്ടുവരുന്നതും വളർത്തുന്നതും കുറ്റകരമല്ല. വാടക മാതാവിനെ ഇടനിലക്കാരായി സഹായിക്കുന്ന ഡോക്ടർമാർക്കോ ഏജൻസികൾക്കോ മാത്രമാണ് ജർമ്മനിയിൽ ശിക്ഷ ലഭിക്കുക. സ്വന്തം വാക്കുകളെ മറന്ന് ഇരട്ടത്താപ്പാണ് സ്പാൻ നടത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ സ്വന്തം പാർട്ടിക്കാർ ആരോപിച്ചിരിക്കുന്നത്. യെൻസ് സ്പാൻ മുൻപ് ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോഴും പൊതുവേദികളിലും വാടക ഗർഭപാത്രത്തെ പരസ്യമായി എതിർത്തിരുന്നു. ഒരു ഗേ പൗരനെന്നും ക്രിസ്ത്യാനിയെന്നും നിലയിൽ വാടക ഗർഭപാത്രം എന്ന ആശയത്തോട് യോജിക്കാൻ എനിക്ക് കഴിയില്ലെന്നുമാണ് 2015 സ്പാൻ പ്രസ്താവിച്ചത്. സ്പാനിന്റെ രാജി ഇപ്പോൾ പാർട്ടിയുടെ പല നേതാക്കളും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രതിപക്ഷം ഇതിനെ ഇരട്ടത്താപ്പെന്നാണ് വിളിച്ചിരിക്കുന്നത്. എന്നാൽ ചാൻസലർ ഫ്രീഡറിഷ് മെർസ് സ്പാനിനെ പരസ്യമായി തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. കുഞ്ഞ് ജനിച്ച വിവരം സ്പാൻ തന്നെ അറിയിച്ചുവെന്നും താൻ അദ്ദേഹത്തെ ആശംസകൾ അറിയിച്ചുവെന്നും മാത്രമാണ് മെർസ് മാധ്യമങ്ങളോട് പറഞ്ഞത്.
അടുത്തത് ജർമ്മനിയിൽ വീണ്ടും വെള്ളത്തിലുണ്ടായ ദുരന്തത്തെ പറ്റിയുള്ള വാർത്തയാണ്. ജർമ്മനിയിലെ ബവേറിയയിൽ നീന്താനിറങ്ങിയ 29-കാരനായ ഇന്ത്യൻ വിദ്യാർത്ഥിയെ കാണാതാവുകയും പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്ത വാർത്തയാണ് ഇനി പറയുന്നത്. ജർമ്മനിയിലെ ബവേറിയൻ സംസ്ഥാനത്തിൽ വാരാന്ത്യത്തിൽ ഉണ്ടായ സംഭവമാണ് ഇത്. ജൂലൈ 12 ഞായറാഴ്ച വൈകുന്നേരം മ്യൂണിക്കിലെ ലാങ് വീടിലെ പ്രശസ്തമായ ലൂസി തടാകത്തിൽ നീന്താനിറങ്ങിയ 29-കാരനായ തമിഴ്നാട് സ്വദേശി വിദ്യാർത്ഥിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലൂസി തടാകത്തിൽ നീന്തുന്നതിനിടെ ജെഫ്രിൻ എന്ന വിദ്യാർത്ഥി അപകടത്തിൽപ്പെട്ട് ഉപരിതലത്തിനടിയിൽ അപ്രത്യക്ഷനായതിനെ തുടർന്ന് നടത്തിയ 2 മണിക്കൂർ തിരച്ചിലിനിടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇംഗോൾഫ്സ്റ്റാറ്റിൽ താമസിക്കുന്ന യുവാവാണ് അപകടത്തിൽപ്പെട്ടത്. സുഹൃത്തുക്കൾ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നുപോയി. കഴിഞ്ഞ 1 മാസത്തിനിടെ 2ാമത്തെ മരണമാണ് ഇത്. ജൂലൈ 1 ഹൈഡൽബർഗിലെ നെക്കാർ നദിയിൽ കുളിക്കാനിറങ്ങിയ കണ്ണൂർ സ്വദേശിയാണ് അടുത്തിടെ മരിച്ച മറ്റൊരു വിദ്യാർത്ഥി. എന്നാൽ ഈ സംഭവത്തെ പറ്റി പറയുമ്പോൾ ഞായറാഴ്ച വൈകുന്നേരം 6:30ഓടെയാണ് സംഭവം നടക്കുന്നത്. തടാകത്തിൽ കുളിക്കാനിറങ്ങിയ ജെഫ്രി അപകടത്തിൽപ്പെടുകയും വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോവുകയുമായിരുന്നു. മ്യൂണിക്കിലുള്ള ജെഫ്രിന്റെ ഇന്ത്യക്കാരൻ സുഹൃത്താണ് ഉടൻ തന്നെ അടിയന്തര നമ്പറിലേക്ക് വിവരം അറിയിച്ചത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളും അവിടെയുണ്ടായിരുന്ന മറ്റാളുകളും ചേർന്ന് യുവാവിനെ രക്ഷിക്കാൻ ആവത് ശ്രമിച്ചതെങ്കിലും നീരൊഴുക്കിലും വെള്ളത്തിലും പെട്ട് യുവാവിനെ കരയ്ക്ക് എത്തിക്കാൻ സാധിച്ചില്ല. തുടർന്ന് വിവരമറിഞ്ഞ് ഉടൻ തന്നെ ജർമ്മൻ ജീവരക്ഷാ സേനകളായ DLRGയും വാസർവാച്ച് പ്രവർത്തകരും ഫയർഫോഴ്സും പോലീസും തടാകത്തിലും പരിസരത്തും വൻ തിരച്ചിലാണ് നടത്തിയത്. ആധുനിക സജ്ജീകരണങ്ങളോടെ ഡൈവർമാരെയും ഹെലികോപ്റ്ററുകളെയും ഉപയോഗിച്ച് 2 മണിക്കൂറോളം തിരച്ചിൽ നടത്തിയാണ് യുവാവിനെ കണ്ടെത്തിയത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇതുകൂടാതെ അന്വേഷണം പോലീസിലെ കൊമ്മിസാറിയേറ്റ് 14 ഏറ്റെടുത്തു. ജർമ്മനിയിലെ തടാകങ്ങളിലും നദികളിലും വേനൽക്കാലത്ത് കുളിക്കാനിറങ്ങുമ്പോൾ ജലത്തിന്റെ താപനില വ്യത്യാസവും ആഴവും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും നിശ്ചിത സുരക്ഷിത മേഖലകളിൽ മാത്രമേ നീന്താനിറങ്ങാനും പാടുള്ളൂവെന്നും മുന്നറിയിപ്പുകൾ എപ്പോഴും പോലീസും അധികാരികളും നൽകാറുണ്ട്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ, കുളിക്കാൻ ഇറങ്ങുന്നത് തന്നെ. ഇത് സംബന്ധിച്ച പോലീസിന്റെ വീഡിയോയിലേക്ക്. Wir befinden uns hier heute am Lußsee im Münchner Westen. Am gestrigen Sonntagabend ereignete sich hier ein Badeunfall, bei dem ein Ende 20-jähriger Mann ins Wasser ging und verunglückte. Seit heute Mittag sind wir nun mit starken Kräften vor Ort. Unsere technische Einsatzeinheit hat mit Hilfe von Polizeitauchern, einem Sonargerät und einer Drohne nach der vermissten Person gesucht. Nach fast 2 Stunden Suche konnte diese allerdings nur noch tot geborgen werden. Dieses Unglück zeigt einmal mehr, wie wichtig es ist, beim Baden aufzupassen. Aufgrund dessen möchten wir euch Verhaltenstipps an die Hand geben, damit ihr einen sicheren Tag am See verbringen könnt. Achtet bei dem Wetter darauf, genug zu trinken. Geht nicht unter den Einfluss von Alkohol oder anderen berauschenden Mitteln ins Wasser. Bitte unterschätzt natürliche Gewässer nicht. Oft befinden sich unter der Wasseroberfläche nicht sichtbare Strömungen oder auch ein plötzlicher Geländeabfall. Wenn ihr Nichtschwimmer seid, bitte geht nicht alleine ins Wasser und auch nur so weit, wie ihr noch stehen könnt. Solltet ihr jemanden beobachten, der nicht in der Verfassung ist, ins Wasser zu gehen oder auch eine Person seht, die in einer Notlage ist, wählt den Notruf, egal ob Rettungsdienst oder Polizei. ജർമ്മനിയിൽ നിന്ന് അഭയാർത്ഥി അപേക്ഷ നിരസിക്കപ്പെട്ടവരെയും കുറ്റവാളികളെയും സ്വന്തം രാജ്യങ്ങളിലേക്ക് നാടുകടത്താനുള്ള സർക്കാരിന്റെ പരിശ്രമങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുന്നതായി വെളിപ്പെടുത്തൽ. ജർമ്മൻ ഫെഡറൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ ആഭ്യന്തര റിപ്പോർട്ടാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. 10,000-കണക്കിന് നാടുകടത്തലുകളാണ് പരാജയപ്പെടുന്നത്. രാജ്യത്ത് തുടരാൻ അനുമതിയില്ലാത്ത കുടിയേറ്റക്കാരെ തിരികെ അയക്കാൻ ജർമ്മൻ അധികൃതർ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാം തന്നെ പരാജയപ്പെടുകയാണ്. ജർമ്മനിയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഏകോപനമില്ലായ്മയും അഡ്മിനിസ്ട്രേറ്റീവ് വൈകല്യമാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അമേരിക്കയിൽ ഉപരിപഠനത്തിനും ഗവേഷണങ്ങൾക്കുമായി എത്തുന്ന വിദേശ വിദ്യാർത്ഥികൾക്കും സാംസ്കാരിക വിനിമയ പരിപാടികൾ പങ്കെടുക്കുന്നവർക്കും മാധ്യമപ്രവർത്തകർക്കും വിസ അനുവദിക്കുന്നതിൽ കടുത്ത നിയന്ത്രണങ്ങളുമായി ഡൊണാൾഡ് ട്രംപ്. നിലവിൽ കോഴ്സുകളുടെയോ ജോലിയുടെയോ കാലാവധി തീരുന്നതുവരെ US-ൽ തുടരാൻ അനുവദിച്ചിരുന്ന രീതി അവസാനിപ്പിച്ച് കൃത്യമായ സമയപരിധി നിശ്ചയിക്കുന്ന അന്തിമ ഉത്തരവ് അമേരിക്കൻ ആഭ്യന്തര സുരക്ഷാ വകുപ്പ് പുറത്തിറക്കി. ഫെഡറൽ രജിസ്റ്ററിൽ പ്രസിദ്ധീകരിച്ച 60 ദിവസത്തിനകം പുതിയ നിയമങ്ങൾ നിലവിൽ വരും. അമേരിക്കയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ മാധ്യമപ്രവർത്തകരെയും സാരമായി ബാധിക്കുന്ന പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വിസ കാലാവധി 4 വർഷമായി ചുരുക്കിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് 240 ദിവസം മാത്രമാണ് വിസ കാലാവധി. പുതിയ ഉത്തരവനുസരിച്ച് വിദേശ വിദ്യാർത്ഥികൾക്കും എക്സ്ചേഞ്ച് വിസിറ്റർമാർക്കും ലഭിക്കുന്ന വിസയുടെ കാലാവധി പരമാവധി 4 വർഷമായി പരിമിതപ്പെടുത്തും. ഉപരിപഠനത്തിനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ കോഴ്സിന്റെ ഇടയിൽ വെച്ച് പഠന ലക്ഷ്യങ്ങൾ മാറ്റാനോ ഔദ്യോഗിക അനുമതിയില്ലാതെ മറ്റൊരു സർവകലാശാലയിലേക്ക് മാറാനോ സാധിക്കില്ല. വിസ
കാലാവധി നീട്ടണമെങ്കിൽ തക്കതായ കാരണങ്ങളും രേഖകളും സമർപ്പിച്ച് പ്രത്യേകം അപേക്ഷ നൽകേണ്ടി വരും. അതേസമയം മടങ്ങാനുള്ള സമയം 30 ദിവസമായി കുറച്ചിട്ടുണ്ട്. പഠനം പൂർത്തിയാക്കിയ ശേഷം പുതിയ ജോലി കണ്ടെത്താനോ രാജ്യം വിടാനോ മുമ്പ് 60 ദിവസത്തെ സമയമാണ് നൽകിയിരുന്നത്. എന്നാൽ പുതിയ നിയമപ്രകാരം അത് 30 ദിവസമായി വെട്ടിച്ചുരുക്കി. ഈ 30 ദിവസത്തിനകം പുതിയ വിസ സ്പോൺസറെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥികൾ നിയമവിരുദ്ധ കുടിയേറ്റക്കാരായി മാറുമെന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. 2024 മാത്രം 18 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് യുഎസിൽ എത്തിയത്. ഇത് മുൻ വർഷത്തേക്കാൾ 11% കൂടുതലാണ്. ഇതിനു പുറമെ 5 ലക്ഷത്തോളം എക്സ്ചേഞ്ച് വിസിറ്റർമാരും 37,300 മാധ്യമപ്രവർത്തകരും യുഎസിൽ എത്തിയിട്ടുണ്ട്. ഇക്കൊല്ലത്തെ ഫിഫ ലോകകപ്പിന്റെ ഞായറാഴ്ച ജൂലൈ 19 ന്യൂയോർക്കിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് പങ്കെടുക്കുമെന്ന് വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അർജന്റീനയും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുന്ന കലാശ പോരാട്ടത്തിന് ശേഷം നടക്കുന്ന സമ്മാനദാന ചടങ്ങിൽ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റീനോടൊപ്പം ട്രംപും പങ്കെടുത്ത് വിജയികൾക്ക് ലോകകപ്പ് ട്രോഫി സമ്മാനിക്കാനാണ് ഇരിക്കുന്നത്. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിച്ച 2026 ലോകകപ്പിൽ ട്രംപ് നേരിട്ട് ഗാലറിയിൽ ഇരുന്ന് കാണുന്ന ആദ്യ മത്സരമായിരിക്കും ഞായറാഴ്ചത്തേത്. ഫൈനൽ മത്സരത്തിന് മുന്നോടിയായി ന്യൂയോർക്ക് സിറ്റിയിലെ പ്രശസ്തമായ ട്രംപ് ടവറിൽ വെച്ച് ഫിഫ ഭാരവാഹികൾക്കായി പ്രത്യേക സൽക്കാരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും ട്രംപും മറ്റു പ്രമുഖരും സ്റ്റേഡിയത്തിലേക്ക് എത്തുക. യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും തമ്മിലാണ് ഞായറാഴ്ചയിലെ വൻ പോരാട്ടം. സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 1-2 ഗോളുകൾക്ക് വീഴ്ത്തിയാണ് ലയണൽ മെസ്സിയുടെ അർജന്റീന ഫൈനലിൽ എത്തിയത്. ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളിന് തകർത്താണ് സ്പെയിൻ കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. 1966 എലിസബത്ത് രാജ്ഞിയും 1982 സ്പെയിനിലെ കാർലോസ് രാജാവും ട്രോഫി കൈമാറിയതുപോലെ രാഷ്ട്രത്തലവൻ ട്രോഫി സമ്മാനിക്കുന്ന പാരമ്പര്യം ഇത്തവണയും ആവർത്തിക്കുകയാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.